ഹലോ വെൽക്കം ടു ലിൻസീസ് ലിങ്ക്. ഇന്ന് നമ്മൾ ലിൻസീസ് ലിങ്കിൽ കാണാൻ പോകുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. അതായത് ഈസി ആയിട്ട് എങ്ങനെയാണ് ചിക്കൻ സ്ട്രിപ്സ്, അതായത് നമ്മൾ KFCയിലൊക്കെ പോയി കഴിക്കുന്നത് പോലെ ഉള്ളൊരു അതേ രീതിയിൽ തന്നെ നമുക്ക് എങ്ങനെ ഒരു വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് നമുക്ക് വീട്ടിലെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഓക്കെ, അന്നേരം റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുൻപ് പ്ലീസ് സബ്സ്ക്രൈബ് ലിൻസീസ് ലിങ്ക്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഗാർഡൻ വീഡിയോസ് ആയിരുന്നു. അന്നേരം ഇടയ്ക്ക് ഞാൻ വീഡിയോസ് ഇടാതിരുന്നപ്പോൾ കുറച്ച് പേര് എന്നോട് വീഡിയോസൊക്കെ നിർത്തിയോന്ന്. ഇല്ല, രണ്ടും ഒരുമിച്ച് തന്നെ കൊണ്ടുപോകാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അന്നേരം നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇന്നൊരു അടിപൊളി റെസിപ്പിയാണിത്. വളരെ ഈസി ആയിട്ട് നമുക്ക് വളരെ ക്വിക്കായിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റിയതാണ്. പിന്നെ ഈ റെസിപ്പിയുടെ പ്രത്യേകത നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചാണ് നമ്മൾ ഈ ചിക്കൻ സ്ട്രിപ്സ് ഉണ്ടാക്കാൻ പോകുന്നത്. അന്നേരം നമുക്ക് ഇതിനായിട്ട് വേണ്ടിയത് ചിക്കൻ ബോൺലെസ് ആയിട്ടുള്ള പീസസ്, അതായത് ഇതേപോലെ സ്ട്രിപ്പായിട്ട് മുറിച്ചിരിക്കുന്ന പീസസ്സാണ് വേണ്ടത്. പ്രത്യേകിച്ച് നമ്മുടെ കയ്യിൽ ചിക്കൻ ബ്രസ്റ്റ് പീസസ് ഉണ്ടെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാൻ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മൾ ചിക്കൻ നല്ല വൃത്തിയായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചതിന് ശേഷം ഒട്ടും വെള്ളമയമില്ലാതെ ഡ്രൈ ആക്കി എടുക്കണം. ഓക്കെ, ഇനി നമുക്ക് ഈ ചിക്കൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് പൊടികൾ മിക്സ് ചെയ്യണം. അന്നേരം അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ആദ്യമായിട്ട് മൈദ, അതായത് മൈദ നമ്മൾ 1 കപ്പ് എടുക്കുക. അതിലേക്ക് 1 കപ്പ് എടുക്കുകയാണെങ്കിൽ 1/4 കപ്പ് കടലമാവ് ഇടുമ്പോൾ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഒട്ടും കൂടി പോകാൻ ഇടയാകില്ല. കടലമാവ് കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് പക്കോടയുടെ ഒരു ടേസ്റ്റ് വരും. അതുകൊണ്ട് തന്നെ 1/4 കപ്പ് മതിയാകും നമ്മൾ കടലമാവ് ചേർക്കുമ്പോൾ. അന്നേരം 1/4 കപ്പ് കടലമാവ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ചേർക്കേണ്ട കാര്യം നമ്മുടെ മാംഗോ പൗഡർ, അതുപോലെ തന്നെ ഡ്രൈ ജിഞ്ചർ പൗഡർ, ഡ്രൈ ഗാർലിക് പൗഡർ. ഈ 3 പൗഡർ നമുക്ക് വേണം. കാരണം ആ ജിഞ്ചർ പൗഡറിൻ്റെ ആ ഗാർലിക്കിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ കിട്ടിയാൽ മാത്രമേ നമുക്ക് ആ ഒരു KFC ഒരു ടേസ്റ്റെങ്കിലും കിട്ടത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഈ ഡ്രൈ മാംഗോ പൗഡറും ഗാർലിക് പൗഡറും ജിഞ്ചർ പൗഡറും ഒക്കെ ചേർക്കുന്നത്. അതുമാത്രമല്ല, ഈ ഗാർലിക്കിൻ്റെയും ജിഞ്ചറിൻ്റെയും പൗഡറിൻ്റെ ആ ഒരു ഫ്ലേവർ നമ്മുടെ ആ ഒരു ചിക്കൻ സ്ട്രിപ്സിൻ്റെ ടേസ്റ്റ് ഒന്നുകൂടി ഒന്ന് എൻഹാൻസ് ചെയ്യും. അന്നേരം അത് 3ഉം ഓരോ ടീസ്പൂൺ വീതം ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഇപ്പം ജിഞ്ചർ പൗഡറോ അല്ലെങ്കിൽ ഗാർലിക് പൗഡറോ മാംഗോ പൗഡറോ ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റ് അതിനനുസരിച്ച് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്താൽ മതിയാകും. അന്നേരം പൗഡർ ഞാൻ ചേർത്ത് കൊടുത്തു. പിന്നെ 1 ടീസ്പൂൺ മിക്സഡ് ഹെർബ്, അതായത് അതിൻ്റെ അകത്ത് റോസ്മേരി, അതുപോലെ തന്നെ നമ്മുടെ ഇറ്റാലിയൻ ഫ്ലേവേഴ്സ് എല്ലാം കൂടെ വരുന്നതിന് മിക്സഡ് ഹെർബ്, അത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ചേർക്കുന്ന കായമാണ്, അതായത് ഒരു 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കുക. കായത്തിൻ്റെ പൊടി ചേർത്തതിന് ശേഷം ഒരു 1.5 ടേബിൾ സ്പൂണോളം പാപ്രിക്ക പൗഡർ ഇല്ല എങ്കിൽ നമ്മുടെ റെഡ് കാശ്മീരി ചില്ലി പൗഡർ ചേർത്താൽ മതിയാവും. ഓക്കെ, ഞാൻ ഒന്നുകൂടെ പറയാം എന്തൊക്കെയാണ് ചേർത്തതെന്ന്. 1 കപ്പ് മൈദ, 1/4 കപ്പ് കടലമാവ്, പിന്നെ ഡ്രൈ ജിഞ്ചർ, ഗാർലിക്, അതുപോലെ തന്നെ ഡ്രൈ മാംഗോ പൗഡർ. പിന്നെ ചേർത്തത് മിക്സഡ് ഹെർബ് 1 ടീസ്പൂൺ ചേർത്തു. പിന്നെ പാപ്രിക്ക പൗഡർ 1.5 ടേബിൾ സ്പൂൺ ചേർത്തു. പിന്നെ ഉപ്പ് ചേർത്തു. പിന്നെ ഒരു എരിവിന് വേണ്ടിയിട്ട് നമ്മുടെ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വൈറ്റ് പെപ്പർ പൗഡർ, വെള്ള കുരുമുളകിൻ്റെ പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ ഒന്നുകൂടെ നല്ലതായിരിക്കും. പിന്നെ ഇതിനാവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് ഈ പൗഡേഴ്സ് നല്ലതുപോലെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പം ഞാനിത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കേണ്ടത് ഒരു 1/2 കപ്പ് നമ്മുടെ ഓട്സ് ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ ഓട്സ് ഇല്ല എങ്കിൽ കോൺഫ്ലേക്സിൻ്റെ ഇത് ഒന്ന് പൊടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്താലും മതിയാവും. അത് നമ്മുടെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ചാണ് ഓട്സ് ചേർക്കണോ അല്ലെങ്കിൽ കോൺഫ്ലേക്സ് ചേർക്കണോ എന്ന് തീരുമാനിക്കുന്നത്. ഞാനിവിടെ ഓട്സാണ് ചേർത്തത്. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കാരണം എല്ലാ ഭാഗത്തും എല്ലാ പൗഡറും എല്ലാ പൊടികളും ഒന്ന് മിക്സായി കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. നല്ലതുപോലെ എല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയും നമുക്കൊരു കാര്യമുണ്ട്, നമ്മുടെ ചിക്കൻ നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യാനുണ്ട്. അത് നേരത്തെ ചെയ്ത് വെക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ജസ്റ്റ് ഉപ്പും അതേപോലെ തന്നെ മുളക് പൊടിയും കൂടെ, അത് കാശ്മീരി ചില്ലി പൗഡറോ അത് ഏതെങ്കിലും മുളക് പൊടിയും കൂടെ ഒന്ന് ചേർത്ത് വെക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങളുടെ ഈ ഡ്രൈ ജിഞ്ചർ പൗഡർ, ഡ്രൈ ഗാർലിക് പൗഡർ, അതുപോലെ തന്നെ മാംഗോ പൗഡർ ഇല്ല എങ്കിൽ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് നിങ്ങൾ എടുക്കുക. അന്നേരം ഈ ഒരു സ്റ്റേജിൽ തേച്ച് നമ്മുടെ ചിക്കനിലേക്ക് പിടിപ്പിക്കുക. അതായിരിക്കും ഒന്നുകൂടെ നല്ലത്.
ഇപ്പം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റും കൂടി ഇതിൽ ചേർത്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ ചിക്കൻ ഒന്ന് നല്ല ഒരു നാടൻ ടേസ്റ്റ് വരും. ഓക്കെ, ഇല്ല എങ്കിൽ നമ്മുടെ ഡ്രൈ ജിഞ്ചർ പൗഡറും ഗാർലിക് പൗഡറും ചേർത്താൽ മതി. ഓക്കെ, ഇത് നല്ലതുപോലെ നമുക്കിതൊന്ന് തേച്ച് ചിക്കനിലേക്ക് പിടിപ്പിക്കണം. ഉപ്പും എല്ലാം എല്ലാ ഭാഗത്തും ഒരേപോലെ എത്തണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. നിങ്ങൾ അതേപോലെ സിമ്പിളായിട്ട് എന്നിട്ട് നമുക്കൊരു ഡിന്നറിനോ അല്ലെങ്കിൽ ഒരു ലഞ്ചിനോ ഒക്കെ ഉണ്ടാക്കാനും കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഈസി റെസിപ്പിയാണിത്. ഓക്കെ, ഇനിയും ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു 2 മുട്ട പൊട്ടിച്ച് ബൗളിലേക്ക് ഇട്ട് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് വെക്കാം. ബീറ്റ് ചെയ്യാവുന്ന ഒരുപാടങ്ങ് ബീറ്റ് ചെയ്യേണ്ടത്, ഒരു ഫോർക്ക് വെച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചാൽ മതിയാകും. അന്നേരം 2 മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് ബീറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. അന്നേരം നമ്മുടെ മുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാൻ ഒന്ന് സ്റ്റൗവിൽ വെക്കാം. എന്നിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ട ഓയിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. കാരണം വെളിച്ചെണ്ണയുടെ ആ ഒരു ഫ്ലേവർ നമ്മുടെ ചിക്കൻ ഫ്രൈക്ക് അത്ര ശരിയായിട്ട് പോകത്തില്ല. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽസ് ഒഴിക്കുക. ഒന്നുകിൽ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ നമ്മുടെ ഒലിവ് ഓയിൽ ഒഴിച്ചാലും മതിയാകും. അന്നേരം ഒലിവ് ഓയിൽ നമ്മുടെ ഇന്ത്യൻ കുക്കിങ്ങിന് വേണ്ടിയിട്ടുള്ളത് എടുക്കുക. അതായത് ഡീപ്പ് ഫ്രൈ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് വേണം നമ്മൾ എടുക്കുകയാണെങ്കിൽ എടുക്കാൻ. അന്നേരം എണ്ണ ഒഴിച്ച് ചൂടായി നല്ല തിളച്ചിരിക്കുകയാണ്. ഈ ടൈമിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ചിക്കൻ നമ്മൾ മാരിനേറ്റ് ചെയ്തത് എടുക്കുക. അതൊന്ന് നമ്മുടെ മുട്ടയ്ക്കകത്തേക്ക് ഒന്ന് മിക്സ് ചെയ്യുക. ഇതേപോലെ ഒന്ന് മുട്ടയിലേക്ക് മുക്കുക. അതിനുശേഷം നമ്മുടെ പൗഡറുമായിട്ട് നല്ലതുപോലെ കോട്ട് ചെയ്തെടുക്കുക. ഈ പൗഡർ നല്ലതുപോലെ കോട്ട് ചെയ്ത് കിട്ടണം. ഇങ്ങനെ ഒരു പ്രാവശ്യം ചെയ്തതിന് ശേഷം ഒന്നുകൂടെ നമുക്ക് മുട്ടയിലേക്കൊന്ന് ഡിപ്പ് ചെയ്യാം. ഓക്കെ, ഇപ്പം ഇനി നമ്മൾ ഒന്നുകൂടെ ഒന്ന് കോട്ട് ചെയ്യുക. കാരണം ഇങ്ങനെ 2 പ്രാവശ്യം നമ്മൾ മുട്ടയിൽ ഡിപ്പ് ചെയ്യുന്നത് മൂലം നമ്മുടെ ഈ പുറത്തെ ബാറ്ററിന് ഒരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അന്നേരം ഈ ഒരു സെയിം പ്രൊസീജിയർ നമ്മളെല്ലാ ചിക്കൻ പീസസിലും ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ ഒന്നുകൂടെ പറയാം. ആദ്യം നമ്മൾ മുട്ടയിൽ മുക്കുന്നു. അതിനുശേഷം നമ്മുടെ പൗഡർ മിക്സിലേക്ക് ഒന്ന് കോട്ട് ചെയ്യുന്നു. വീണ്ടും നമ്മൾ മുട്ടയിൽ മിക്സ് ചെയ്യുന്നു. നമ്മൾ പൗഡറിലൊന്ന് കോട്ട് ചെയ്യുന്നു. ഇത്രയും കാര്യമേ ഉള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണിത്. ഓക്കെ, അന്നേരം ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ നല്ലതാണ്. അതായത് കുറച്ച് മയനൈസും ഒക്കെ ഉണ്ടെങ്കിൽ ഒരു റോളൊക്കെ ഉണ്ടാക്കാനും ഒക്കെ നല്ലതാണ്. എന്നിട്ട് ഞാനിവിടെ എല്ലാം മിക്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ, നല്ല ഇതായിട്ട് കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് എണ്ണയിലേക്കിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ്. എണ്ണ ഇപ്പം നല്ല ചൂടായിട്ടിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മുടെ ചിക്കൻ പീസസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നല്ല ഹീറ്റ് വേണം. നല്ല എണ്ണ നല്ല ചൂടായി ഇരിക്കണം. കാരണം നമ്മൾ ബ്രസ്റ്റ് പീസ് ആയതുകൊണ്ട് തന്നെ ചിക്കൻ പെട്ടെന്ന് വെന്ത് കിട്ടും. ഒരുപാട് ടൈം ഒന്നും വേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. പിന്നെ ഈ പുറത്തെ കോട്ടിങ് നല്ലൊരു ക്രിസ്പി കോട്ടിങ് ആയിരിക്കും ഈ ഒരു റെസിപ്പിക്ക് വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ KFCയിൽ കിട്ടുന്ന അതേ ഒരു ടേസ്റ്റും മണവും ഒക്കെയാണ് ഈ ഒരു ചിക്കൻ. അന്നേരം ചിക്കൻ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് നേരം ഫ്രൈ ആവേണ്ട കാര്യമില്ല, പെട്ടെന്ന് തന്നെ ആയി കിട്ടും. കാരണം ചിക്കൻ ബ്രസ്റ്റിന് ഒരുപാട് കുക്കിംഗ് ടൈം ഒന്നും വേണ്ട. ഓക്കെ, എണ്ണ നമ്മൾ നല്ലപോലെ, ഞാനിപ്പോൾ എണ്ണ കുറച്ചാണ്, അതുകൊണ്ടാണ് ഒന്ന് ടേൺ ഇടേണ്ടി വരുന്നത്. ഇല്ല എങ്കിൽ നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ടേൺ ചെയ്യേണ്ട കാര്യമില്ല, ഒന്ന് എടുത്താൽ മതിയാകും. അന്നേരം നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, പിന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, അന്നേരം താങ്ക് യു ഫ്രണ്ട്സ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അന്നേരം നമ്മുടെ ചിക്കൻ സ്ട്രിപ്സ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ യമ്മി ചിക്കൻ സ്ട്രിപ്സ് നിങ്ങൾ ഓരോരുത്തരും ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി നോക്കണം. ഒട്ടും പാടുള്ള റെസിപ്പിയൊന്നുമല്ല, ഈസി റെസിപ്പിയാണ്. നിങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷം കമൻറ്റ് എന്നെ എഴുതി അറിയിക്കണം. അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അന്നേരം താങ്ക് യു ഫ്രണ്ട്സ്. ഇതിപ്പം നല്ലതുപോലെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഒരുവിധം നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. അതിൻ്റെ പുറത്തെ കോട്ടിങ്ങൊക്കെ നമുക്ക് കാണുമ്പോഴേ മനസ്സിലാവും നല്ല ഒരു ഫ്രൈ ആയി വരുന്നു എന്ന്. ആ ഒരു സ്റ്റേജിൽ തന്നെ നമ്മളിത് എടുക്കണം. പിന്നെ ഒരുപാട് അങ്ങ് ഫ്രൈ ചെയ്ത് അങ്ങ് കരിക്കാനൊന്നും പോകരുത്. അതിൻ്റെ ആ ഒരു പരുവം നിങ്ങൾക്ക് വരുമ്പോൾ മനസ്സിലാവും. ആ സ്റ്റേജിൽ തന്നെ നമ്മൾ എടുക്കണം.
അന്നേരം ഞാനൊരു പേപ്പർ ടവൽ വെച്ചിട്ടുണ്ട്, അതിലേക്കാണ് ഇത് മാറ്റുന്നത്. അഥവാ എക്സസ് ഓയിൽ വല്ലതും ഉണ്ടെങ്കിൽ പേപ്പർ ടവൽ അങ്ങ് അബ്സോർബായി പോയിക്കോളും. പിന്നെ ഇത് നമ്മൾ കഴിക്കാൻ നേരം കുറച്ച് വെജിറ്റബിൾസ് അരിഞ്ഞ് ഇതിൻ്റെ കൂടെ കഴിക്കുകയാണെങ്കിൽ ഒന്നും കൂടെ ഹെൽത്തിയാണ്. അതായത് ക്യാരറ്റ്, കുക്കുംബർ, ടൊമാറ്റോസ് ഇതൊക്കെ ഉണ്ടെങ്കിൽ, ക്യാബേജ് ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഫാറ്റ് അബ്സോർബ് ആകാതെ നമുക്ക് സഹായിക്കും. ഇത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് ഈ ചിക്കൻ സ്ട്രിപ്സ്. നിങ്ങളെല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാനിതൊന്ന് കഴിച്ച് നോക്കട്ടെ. നല്ല ഇത് അകമൊക്കെ കണ്ടോ, നല്ലതുപോലെ കുക്കായിട്ടുണ്ട്. വളരെ ഈസിയാണ്, അതുപോലെ നല്ല യമ്മി ആയിട്ട് ടേസ്റ്റി ആയിട്ടുണ്ട്. നിങ്ങൾക്കും ഇത് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കേണ്ട മസ്റ്റ് ട്രൈ റെസിപ്പിയിൽ ഒന്ന് തന്നെയാണിത്. അന്നേരം താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.